ഹായ് ഫ്രണ്ട്സ്, ഷെയർ മാർക്കറ്റിനെ പറ്റിയുള്ള ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്നത്തെ മാർക്കറ്റ് അപ്ഡേറ്റ്സ് നോക്കാം. ഇന്ന് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഓപ്പണിംഗ് പ്രൈസ് നോക്കുകയാണെങ്കിൽ 8356 ഓപ്പണായി. ഹൈ നോക്കുകയാണെങ്കിൽ 8356 തന്നെയായിരുന്നു. ലോ നോക്കുകയാണെങ്കിൽ 8055. ഇന്ന് 8083 മാർക്കറ്റ് ക്ലോസ് ആവുകയും ചെയ്തു. ഇന്ന് രാവിലെ SGX നിഫ്റ്റി നോക്കുകയാണെങ്കിൽ തന്നെ ഒരു 40 പോയിൻറ്റ്സിൻ്റെ ഡൗൺ ആയിരുന്നു SGX നിഫ്റ്റി കണ്ടത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഇന്ത്യൻ മാർക്കറ്റും ഒരു സൈഡ് വേയിൽ പോകാനുള്ള സാധ്യതകളുണ്ടെന്ന് തന്നെ ആയിരുന്നു നിഗമനങ്ങളും. അതുപോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിലും ഇന്നൊരു മൊത്തത്തിൽ ഒരു സൈഡ് വേ മാർക്കറ്റ് ആയിരുന്നു. നോക്കുകയാണെങ്കിൽ ഒരു പോസിറ്റീവായിട്ടൊരു മൂവ്മെൻറ്റ് ഒന്നും മാർക്കറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഒരു ഓപ്പൺ ആയതിനു ശേഷം മാർക്കറ്റ് ഒരു ഡൗണിലാണ് നിന്നത്. ഒരു സൈഡ് വേയിൽ പോയിട്ട് ഒരു ലോ പ്രൈസിലാണ് മാർക്കറ്റ് ക്ലോസ് ആയത്. മാർക്കറ്റ് അനലിസ്റ്റൊക്കെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 8100 പിന്നെ 8000 ആ ഒരു റേഞ്ചിലാണ് അടുത്ത ഇമീഡിയറ്റ് സപ്പോർട്ട് എന്നുള്ളത് കാണുന്നത്. അത് ബ്രേക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർക്കറ്റ് നല്ല രീതിയിൽ താഴേക്ക് പോകും എന്നായിരുന്നു അവരുടെയൊക്കെ ഒരു നിഗമനങ്ങൾ. ഇന്ന് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഒരു പിന്നെ ഒരു കൺസോളിഡേഷനുള്ളൊരു ട്രൈ ആണ് നോക്കുന്നത്. കാരണം നമ്മളിപ്പോൾ ഒരു 1 വീക്ക് ചാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും അതായത് നമ്മുടെ ആ ഒരു ഇതിന് മുമ്പുണ്ടായിരുന്ന ആ ഒരു പോസിറ്റീവ് ക്യാൻഡിൽ അതായിരുന്നു നമ്മളൊരു ബേസ് പോയിൻ്റ് ആയിട്ട് എടുത്തത്. അതായത് ഒരു 7500 9000 ആ ഒരു റേഞ്ചിനുള്ളിൽ തന്നെ മാർക്കറ്റ് ഈ വീക്കും ക്ലോസ് ആയിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ക്യാൻഡലിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഈ ആഴ്ചത്തെ ക്യാൻഡലും ക്ലോസ് ആയിരിക്കുന്നത്. ഇനിയിപ്പോൾ അടുത്ത ആഴ്ചകളിൽ നമുക്ക് നോക്കാം. മിക്കവാറും ഈ ഒരു രീതിയിൽ തന്നെ മാർക്കറ്റിൽ ഇങ്ങനെ ഈ ഒരു ഇതിനുള്ളിൽ തന്നെ ക്യാൻഡലുകൾ വരുവാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇവിടെ ഒരു കൺസോളിഡേഷൻ പ്രതീക്ഷിക്കാമെന്ന് തന്നെ വിചാരിക്കാം. കാരണം അങ്ങനത്തെ ഒരു കുറച്ച് കാലത്തേക്ക് ഒരു 3 മാസം 6 മാസമൊക്കെ മിക്കവാറും ഒരു കൺസോളിഡേഷൻ രീതിയിൽ പോയിട്ട് പിന്നീട് മാർക്കറ്റ് ഒരു ബ്രേക്കൗട്ട് നടക്കുകയാണെങ്കിൽ, അങ്ങനെ ഒരു ബ്രേക്കൗട്ട് നടക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അതിനുള്ളിൽ കൊറോണേൻ്റെയൊക്കെ ഒരു ഇഷ്യൂവിൽ നമുക്കൊരു കൺട്രോളൊക്കെ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ബ്രേക്കൗട്ട് നമുക്ക് അവിടെ പ്രതീക്ഷിക്കായിരിക്കും. അതുകൊണ്ട് തന്നെ മാർക്കറ്റിനെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുക. ഇപ്പോൾ നടക്കുന്ന മാർക്കറ്റിലെ മൂവ്മെൻറ്റ്സും അതേപോലെ തന്നെ കൊറോണേൻ്റെ ഇഷ്യൂസും ഒക്കെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുക. പിന്നെ ഈ ഗ്ലോബൽ മാർക്കറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ, നമുക്ക് ഇപ്പോഴത്തെ ഒരു ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിലും ഇന്നത്തെ ഒരു ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിലും US മാർക്കറ്റിൽ നെഗറ്റീവാണ് കാണുന്നത്. ഒരു യൂറോപ്യൻ മാർക്കറ്റിലും പൊതുവെ ഒരു നെഗറ്റീവാണ് കാണുന്നത്. നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വലിയ രീതിയിലല്ല, എല്ലാവരും സൈഡ് വേയിലാണ് മാർക്കറ്റുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഏഷ്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഒരു മിക്സഡ് മാർക്കറ്റ് പോലെയുണ്ട്. പക്ഷേ എന്നാലും ഒരു വലിയൊരു നെഗറ്റീവ്, അതായത് ഒരു വോളറ്റിലിറ്റി കുറഞ്ഞ ഒരു രീതിയാണ് എല്ലായിടത്തും കാണുന്നത്. എങ്കിലും നമുക്കിപ്പോൾ ഒരു കൺഫർമേഷൻ എടുക്കാൻ സാധിക്കത്തില്ല മാർക്കറ്റ് എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിനെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുക. പിന്നെ സന്തോഷകരമായൊരു വാർത്ത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ആ ഒരു വോളറ്റിലിറ്റി ഇൻഡെക്സ് അത് കുറഞ്ഞിരിക്കുക 1.5%, 5% കുറഞ്ഞു. തിരിച്ചത് 54 തിരിച്ച് 54 വരെ എത്തിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നോക്കുമായിരുന്നെങ്കിൽ 70 വരെ പോയിരുന്നു വോളറ്റിലിറ്റി ഇൻഡെക്സ്. അതായത് ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഒരു വോളറ്റിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് ന്യൂസ് ആണ്. അതായത് ഒരു കൺസോളിഡേഷൻ വേണ്ടി ട്രൈ ചെയ്യുന്നു എന്നുള്ളൊരു സൂചനയാണ് നമുക്കിത് തരുന്നത്. അപ്പം നമുക്കത് എത്രത്തോളം കുറയുന്നു, അതുപോലെ തന്നെ മാർക്കറ്റിൽ വരുന്ന മാറ്റങ്ങളൊക്കെ നമുക്ക് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുക. അതിനുശേഷം നമ്മളൊരു എൻട്രി കൊടുക്കുന്നതായിരിക്കും ഈ ഒരു സമയത്ത് നല്ലത്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഒരു പ്രത്യേകിച്ചൊരു എൻട്രിക്ക് വേണ്ടി ട്രൈ ചെയ്യേണ്ട, വെയിറ്റ് ചെയ്യുക, മാർക്കറ്റിനെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുക. കാരണം ഇന്ത്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഇന്ത്യയിലെ കൊറോണ ഇഷ്യൂകൾ നോക്കുകയാണെങ്കിലും നമുക്കിപ്പോഴൊരു കൺട്രോളിൽ എത്തിയതായിട്ടൊരു ന്യൂസ് പോലും നമുക്കിതിൽ വന്നിട്ടില്ല. പക്ഷേ മാർക്കറ്റിൽ ഇപ്പോൾ ഒരു കൺസോളിഡേഷൻ നടക്കുന്നത് പോലത്തെ ഒരു സൂചനകൾ തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിനെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുക. പിന്നെ ഇന്ന് മണി കൺട്രോളിൽ വന്നൊരു ന്യൂസ് ആയിരുന്നു, നിഫ്റ്റി ക്യാൻ ടച്ച് 5500 to 6500. അങ്ങനത്തെ ഒരു ലോ പ്രൈസിലേക്ക് പോകാൻ സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സൊക്കെ വെയിറ്റ് ചെയ്യൂ എന്നുള്ള രീതിയിലൊരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അവർ എന്തിനെ ബേസ് ചെയ്താണെന്ന് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിഫ്റ്റിയുടെ 1 മന്ത് ചാർട്ടിൽ അവർ RSI ഇൻഡിക്കേറ്റർ യൂസ് ചെയ്തു. അവർ യൂസ് ചെയ്തത് 60-40 ആയിരുന്നു. ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് 70-30 ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പർ ബാൻഡ് 70യും ലോവർ ബാൻഡ് 30യും. അപ്പോൾ അവർ ബേസായിട്ട് വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2008 ആ മാർക്കറ്റ് ക്രാഷ് ആയിരുന്നു. അപ്പോൾ 2008 മാർക്കറ്റ് ക്രാഷിൽ RSIയിൽ നോക്കുകയാണെങ്കിൽ 36.3 വരെയായിരുന്നു പോയിരുന്നത്. അതായിരുന്നു അന്നത്തെ ആ ഒരു ലോ. അന്ന് നോക്കുകയാണെങ്കിലും പിന്നീട് ആ ഒരു ലോ ആയതിനു ശേഷം പിന്നീടത്തെ ഒരു ഓരോ മന്തിലെയും ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ പോസിറ്റീവ് നെഗറ്റീവൊക്കെ മാറി മാറി വന്നതിന് ശേഷം പിന്നീട് അതൊരു ബ്രേക്കൗട്ട് നടന്ന് പോളിലേക്ക് പോകുമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ആ 36 എന്ന് പറഞ്ഞ ആ വാല്യൂവിനെയും ക്രോസ് ചെയ്ത് ഇപ്പോൾ ഏകദേശം 29-30 ആ റേഞ്ചിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതായത് ഇനി 2008 കൂടുതൽ ഓവർ സോൾഡ് ആയിട്ടുള്ള ഒരു റീജിയനിലാണ് ഇപ്പോഴത്തെ നിഫ്റ്റിയുടെ ഡയഗ്രം നിൽക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു RSIയിലുള്ള വാല്യൂ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു പിന്നെയൊരു താഴേക്ക് വാല്യൂ പോയി. അതുപോലെ തന്നെ ഈ ക്യാൻഡിലുകളെല്ലാം നോക്കുകയാണെങ്കിൽ ഒരു ഡൗൺ ക്യാൻഡിൽസ് ആണ് കാണുന്നത്, ഒരു ഗ്രീൻ ക്യാൻഡിൽ പോലും ഇല്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കട്ട് ചെയ്ത് താഴേക്ക് പോയതുകൊണ്ട് ഒരു ഇനിയൊരു ഡൗൺ പെട്ടെന്ന് വരാം, അങ്ങനെ ഒരു ബേസിസിലാണ് അവർ പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇന്ത്യയുടെ GDP ഗ്രോത്ത്, അതേപോലെ തന്നെ
കൊറോണ ഇഷ്യൂ ഇങ്ങനത്തെ കുറേ ന്യൂസുകളെല്ലാം വന്നതിനെ ബേസ് ചെയ്തിട്ട് ഇതിനിയും താഴേക്ക് പോകാം എന്നുള്ളൊരു നിഗമനത്തിലാണ് ഇവർ ഒരു 5500 6500 റേഞ്ചിൽ മാർക്കറ്റ് പോകുമെന്ന് പറഞ്ഞത്. അപ്പം അങ്ങനത്തെ ഒരു അതായിരിക്കും അതിലേക്ക് പോകും, അല്ലെങ്കിൽ അതായിരിക്കും ബോട്ടം എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കത്തില്ല. പക്ഷേ അങ്ങനെ പോയാലും നമുക്ക് അങ്ങനത്തെ ഒരു ബോട്ടത്തെ ക്യാച്ച് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. കാരണം അത്ര പെട്ടെന്ന് ഡൗൺ ആയി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ മാർക്കറ്റ് പെട്ടെന്ന് തിരിച്ച് തന്നെ വന്നേക്കത്തെ ഒരു 7500 ആ റേഞ്ചിലേക്ക് മാർക്കറ്റ് പിന്നെയും തിരിച്ചു വരാം. കാരണം നമുക്കത് ബോട്ടം ക്യാച്ച് ചെയ്യുക എന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ള സംഭവമല്ല പ്രത്യേകിച്ച് ഒരു റീറ്റെയിൽ ആയിട്ടുള്ള ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം. ഒരു ബോട്ടം ഒക്കെ തീരുമാനിക്കുന്നത് നമുക്കറിയാം, അതായത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതേപോലത്തെ വലിയ വലിയ ആൾക്കാരാണ് മാർക്കറ്റ് അവിടെ വരെ താഴേക്ക് പോകണം എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അവരെ ഫോളോ ചെയ്യാനേ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഇത് നമ്മൾ ഈ ഒരു ബേസിസിലാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുവരെ പോകുമെന്ന് നോക്കാം. പക്ഷേ എങ്കിലും ആ ഒരു കൺസോളിഡേഷൻ നടന്ന് മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ അടുത്തായിട്ട് നോക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ മാർക്കറ്റ് അപ്ഡേറ്റ്സ് നോക്കാം. ഒന്നാമതായിട്ട് ഇന്നത്തെ നിഫ്റ്റി ഫാർമയായിരുന്നു ഏറ്റവും അതായത് മാർക്കറ്റിനെ മുമ്പോട്ട് കൊണ്ടുപോയ സ്റ്റോക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഫ്റ്റി ഫാർമ, അതേപോലെ തന്നെ FMCG സ്റ്റോക്കുകളും പിന്നെ എനർജി സ്റ്റോക്കുകളും ഇതൊക്കെയായിരുന്നു മാർക്കറ്റിനെ മെയിനായിട്ട് ഇന്ന് മുമ്പോട്ട് കൊണ്ടുപോയത്. ബാക്കി എല്ലാ സെക്ടറുകളും പൊതുവേ നോക്കുവാണെങ്കിൽ ഡൗണിലായിരുന്നു. നമുക്ക് ഫാർമ സെക്ടറുകളിൽ നോക്കുവാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കുറേ ആയിട്ട് ഈ സിപ്ല, കാഡിലാക്ക്, അതുപോലെ തന്നെ ഇപ്ക ഫാർമസി, പിന്നെ അതുപോലെ തന്നെ ഡോക്ടർ റെഡ്ഡി, ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ന്യൂസുകളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്, ഓറോ ഫാർമ ഇതെല്ലാം. അപ്പം ഇങ്ങനത്തെ സ്റ്റോക്കുകളൊക്കെ നിങ്ങളുടെ അനാലിസിസിലേക്ക് കൂടുതൽ കൊണ്ടുവരിക. കാരണം അത് കണ്ടിന്യൂസ് ആയിട്ടൊരു നല്ലൊരു മുകളിലേക്കുള്ളൊരു അതായത് ട്രെൻഡുകൾ കാണിക്കുന്നുണ്ട് ഈ ഒരു ഫാർമ സെക്ടറിലെ സ്റ്റോക്കുകൾ. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ സ്റ്റോക്കുകൾ നിങ്ങളുടെ അനാലിസിസിലേക്ക് കൊണ്ടുവരിക. കാരണം ഈ ഒരു സമയത്ത് നമുക്ക് ട്രേഡ് ചെയ്യാൻ ആലോചിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ സെക്ടറുകളിൽ FMCG സെക്ടറുകളിലും അതിലും നോക്കുവാണെങ്കിൽ HUL അങ്ങനത്തെ അതുപോലെ തന്നെ ITC അങ്ങനത്തെ സ്റ്റോക്കുകൾ, പിന്നെ അതുപോലെ തന്നെ ഫാർമ സെക്ടറിലെ സ്റ്റോക്കുകൾ, എനർജി സെക്ടറിൽ നോക്കുവാണെങ്കിൽ പവർ ഗ്രിഡ്, NTPC ഇങ്ങനത്തെ സ്റ്റോക്കുകളൊക്കെ അനാലിസിസിലേക്ക് കൊണ്ടുവന്നിട്ട് അതിലൊരു ട്രേഡിംഗ് പോസിബിലിറ്റി നോക്കുന്നതായിരിക്കും ഈ ഒരു സമയത്ത് സേഫ്. കാരണം ഇതൊക്കെ ആയിരിക്കും ഈ സമയത്ത് കൂടുതൽ മൂവ്മെൻറ്റും ഉണ്ടാവുക. കാരണം എനർജി സെക്ടർ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ ഡൗൺ വന്നു കഴിഞ്ഞാലും അത് വലിയ രീതിയിൽ അതിനെ ബാധിക്കത്തില്ല. കാരണം എനർജി, അതായത് വൈദ്യുതി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. അതായത് കമ്പനി ഷട്ട് ഡൗൺസ് ഒക്കെ വന്നു കഴിഞ്ഞാലും ബാക്കിയുള്ള ഹൗസ് ഹോൾഡൊക്കെ നോക്കുവാണെങ്കിൽ അവിടെ എന്തായാലും തീർച്ചയായിട്ടും യൂസുകളുണ്ടാവും. അതുകൊണ്ട് ഇങ്ങനത്തെ സ്റ്റോക്കുകളൊക്കെ നിങ്ങളുടെ അനാലിസിലേക്ക് കൊണ്ടുവരിക. അടുത്ത അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യുണൈറ്റഡ് നേഷൻസ് വീണ്ടും ഒരു അപ്ഡേറ്റ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഗ്ലോബൽ എക്കോണമി മൊത്തത്തിൽ ഒരു 1% ഡൗൺ 2020 ഉണ്ടാവാൻ സാധ്യതകളുണ്ട് എന്നുള്ള രീതിയിലൊരു അനൗൺസ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്ത അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെബി ഒരു ഇൻസൈഡർ ട്രേഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു റെഗുലേഷൻസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഏപ്രിൽ 1 തൊട്ട് ജൂൺ 30 വരെ കമ്പനി ഷെയർസിൽ അല്ലെങ്കിൽ ഒരു ഇൻസൈഡർ ട്രേഡിങ് അത് നടക്കാൻ സാധിക്കത്തില്ല. അതിനുള്ള ഒരു റെഗുലേഷൻസൊക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് ഇന്ത്യൻ ബാങ്ക്, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെ ന്യൂസുകളിലും കഴിഞ്ഞ ദിവസങ്ങളിലെ വീഡിയോകളിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു ഈ സമയത്ത് ബാങ്കിങ് സെക്ടറുകൾ ഒന്ന് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന്. അതുപോലെ തന്നെ മോഡീസും ഇപ്പോൾ തന്നെ മോഡീസ് ഇൻവെസ്റ്റേഴ്സ് അതിൻ്റെ ഒരു റേറ്റിംഗ് ഡൗൺഗ്രേഡ് ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ ബാങ്കിൻ്റെ. കാരണം ഇപ്പോഴത്തെ ആ ഒരു ഇഷ്യൂസിനെയും അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു എക്കോണമിയുടെ ഒരു സിറ്റുവേഷനും എല്ലാം കൺസിഡർ ചെയ്തിട്ട് ബാങ്കിങ് സെക്ടറിന് മൊത്തത്തിൽ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു റേറ്റിംഗ് ആണ് അവർ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതുകൊണ്ട് മാത്രമല്ല, നമ്മുടെ അനാലിസിസ് പ്രകാരം എല്ലാം കൊണ്ടും തന്നെ ഒരു ബാങ്കിങ് സെക്ടറുകളെ കുറച്ച് കാലത്തേക്കൊന്ന് മാറ്റി വെക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിരുന്നു കുറച്ച് ഓട്ടോമോട്ടോർ സെക്ടറിലുള്ള കുറച്ച് കമ്പനികളുടെ മാർച്ച് മാസത്തെ സെയിൽസ് റിപ്പോർട്ട്. ഇത് കംപ്ലീറ്റ് ഓട്ടോ സെക്ടറിലുള്ള കമ്പനികളുടെ സെയിൽസ് റിപ്പോർട്ടാണ്. ഇതിനകത്ത് എല്ലാം നോക്കുവാണെങ്കിൽ മാർച്ച് മാസത്തിൽ നോക്കുവാണെങ്കിൽ എല്ലാ സ്റ്റോക്കുകളിലും നല്ലൊരു ഡൗൺ ആണ് കാണുന്നത്. റീസൺസൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞു. കാരണം ലോക്ക്ഡൗൺ ആയിരുന്നു മെയിൻ റീസൺ. അതുതന്നെ ഇതിപ്പം ഈ ഒരു മാർച്ച് മാസത്തേത് നമ്മൾ കണ്ടു. ഏപ്രിൽ മാസത്തിലും ഇതിനെ തുടരാനാണ് സാധ്യത ഈ ഒരു എല്ലാ കമ്പനികളും നോക്കുമ്പോൾ. കാരണം ഏപ്രിൽ പകുതിയോളം, അതായത് ഏപ്രിൽ 14-15 വരെ ഈ ഒരു ലോക്ക്ഡൗൺ കണ്ടിന്യൂ ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഏപ്രിൽ മാസത്തിലെ റിസൾട്ടിലും നമ്മൾ ഇങ്ങനത്തെ ഒരു ഡൗൺ പ്രതീക്ഷിക്കാം നമുക്ക് തീർച്ചയായിട്ടും. അതിനുശേഷം വരുന്ന സെയിൽസ് റിപ്പോർട്ടുകൾ ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു സമയത്ത് നമുക്കിങ്ങനെ ഒരു സ്റ്റോക്ക് ബ്രോക്കറിൽ നിന്നൊക്കെ ഒരു കോളുകൾ വരുമ്പം, അതായത് ഈ ഒരു സമയത്ത് നോക്കുകയാണെങ്കിൽ എല്ലാ സ്റ്റോക്കുകളും വാല്യുവേഷനിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും സ്റ്റോക്ക് ബ്രോക്കർ വിളിക്കുമ്പോൾ പറയും എല്ലാ സ്റ്റോക്കുകളും വാല്യുവേഷനുള്ളതാണ്, അപ്പോൾ ഈ ഒരു സമയത്ത് ഇൻവെസ്റ്റ്മെൻറ്റിന് പറ്റിയ സമയമാണ്. അതുകൊണ്ട് തന്നെ അവർ ചിലപ്പോൾ കുറേ റെക്കമെൻഡേഷൻസ് ഒക്കെ തരാനും സാധ്യതകളുണ്ട്. അപ്പം
നമ്മൾ അവർ റെക്കമെൻഡേഷൻ തന്നു കഴിഞ്ഞാലും അതിൽ ചാടിക്കയറി തല വെക്കാതെ അവർ തരുന്ന റെക്കമെൻഡേഷൻസിനെ സ്വീകരിച്ചിട്ട് നമ്മുടേതായിട്ടുള്ള ഒരു അനാലിസിസ് അതിൻ്റെ പുറത്ത് നടത്താൻ ശ്രദ്ധിക്കുക. ഏത് സെക്ടറിലുള്ള സ്റ്റോക്കാണ്, അതുപോലെ തന്നെ ആ സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ്. അപ്പം ആ ഒരു സെക്ടറിൻ്റെ പെർഫോമൻസ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ബാങ്കിങ് സെക്ടർ, അതേപോലെ തന്നെ ഓയിൽ സെക്ടർ, ഇങ്ങനത്തെയുള്ള സ്റ്റോക്കുകളൊന്നും കൺസിഡർ ചെയ്യേണ്ട എന്നുള്ള രീതി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ ഏത് സെക്ടറിലുള്ള സ്റ്റോക്കാണ്, അതുപോലെ തന്നെ ആ സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ്, ഇങ്ങനത്തെ ഓരോ ന്യൂസുകളും വാച്ച് ചെയ്യുക, നമ്മുടെ അനാലിസിസ് നടത്തുക. അതിനുശേഷം ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ മനസ്സിലോർക്കുക, മാർക്കറ്റ് ഇതുവരെ ബോട്ടം ആയി, കൺസോളിഡേഷൻ ആയി എന്ന് ഉള്ളൊരു തീരുമാനത്തിലും പോകരുത്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം മനസ്സിൽ വെച്ചിട്ട് നമ്മുടെ ഒരു അനാലിസിസ് നടത്തിയതിന് ശേഷം വേണം ആ സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടെന്ന് തീരുമാനിക്കാനായിട്ട്. അപ്പോൾ ഈ കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മാക്സിമം ഒരു എമൗണ്ട് നമ്മളിപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകാതിരിക്കുക. കാരണം നമുക്കൊരു റിവേഴ്സിൽ വരുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ മാക്സിമം ക്യാഷ് വെക്കാൻ ശ്രദ്ധിക്കുക. ആ ഒരു സമയത്തുള്ള ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് എല്ലാ പണവും റെഡിയാക്കി വെക്കുക. നമുക്ക് ഇപ്പോഴും അറിയത്തില്ല ഇതുവരെ പോകും മാർക്കറ്റ്. കാരണം ഇപ്പോൾ നമ്മൾ ചാടിക്കറി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പൈസ തീർച്ചയായിട്ടും അവിടെ ലോക്കാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ലോക്കായി കഴിഞ്ഞ് കഴിഞ്ഞാലും ഇപ്പോൾ നമുക്കൊരു 3 വർഷം 4 വർഷത്തേക്ക് തീർച്ചയായിട്ടും അത് ലോക്കാകാനുള്ള സാധ്യതകളുണ്ട്. അല്ലെങ്കിൽ നമുക്ക് നല്ല റിട്ടേൺസ് കിട്ടണമെങ്കിൽ അത്രയും സമയം വേണമെന്ന് ഇപ്പോഴത്തെ മാർക്കറ്റ് സിറ്റുവേഷൻ വെച്ച് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ചാടിക്കയറി അങ്ങനത്തെ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഒന്നും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. മാക്സിമം ക്യാഷായിട്ട് തന്നെ കൈവെക്കുക. നല്ലൊരു ഓപ്പർച്യൂണിറ്റി വരുമ്പം തീർച്ചയായിട്ടും ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുമ്പിൽ വരും. അപ്പോൾ ആ ഒരു സമയത്ത് ഇൻവെസ്റ്റ്മെൻറ്റിനായിട്ട് കയ്യിലേക്ക് പൈസ കരുതി വെക്കുന്നതാണ് ഈ ഒരു സമയത്ത് നല്ലത്. അതിനുശേഷം നമുക്ക് നല്ലൊരു സമയത്ത് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി നമുക്കായി എന്നുള്ളൊരു ഉറപ്പ് വന്നതിന് ശേഷം ഇൻവെസ്റ്റിന് ശ്രദ്ധിക്കുക. പിന്നെ അടുത്തതായിട്ട് നോക്കുകയാണെങ്കിൽ, വേൾഡ് ബാങ്കിൽ നിന്നും ഇന്ത്യയിൽ കോവിഡിനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെല്ലാം ഹെൽപ്പായിട്ട് അവർ $1 ബില്യൺ ഇന്ത്യക്ക് വേണ്ടിയിട്ട് അവർ അപ്രൂവ് ചെയ്തിട്ടുണ്ട്. അത് ഒരു നല്ലൊരു ഗുഡ് ന്യൂസ് ആണ്. അതായത് കൊറോണനെ ഒരു കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഹെൽപ്പ് എന്നുള്ള രീതിയിൽ. പിന്നെ വേറെ വലിയ അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, HUL ബൂസ്റ്റിനെ, ഹോർലിക്സിനെ അങ്ങനെയെല്ലാം അവർ അക്വയർ ചെയ്തു. അത് HULനെ സംബന്ധിച്ചുള്ള ഒരു പോസിറ്റീവ് ന്യൂസാണ്. കാരണം ഹോർലിക്സ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഒരു ലാർജസ്റ്റ് ബ്രാൻഡാണ്, ലാർജസ്റ്റ് സെല്ലിംഗ് ബ്രാൻഡാണ്. അപ്പം HULന് തീർച്ചയായിട്ടും ഇതൊരു പോസിറ്റീവ് ന്യൂസായിട്ട് വരും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ എനർജി സെക്ടറിലെ സ്റ്റോക്കുകൾ, ഇപ്പോൾ NTPCയിലെ ഒരു പോസിറ്റീവ് ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് ഒരു പുതിയ പ്ലാന്റ് അല്ലെങ്കിൽ ഒരു പ്ലാന്റ് യൂസ് ചെയ്യാം എന്നുള്ള രീതിയിലൊരു അപ്രൂവൽ കൊടുത്തിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും NTPC സംബന്ധിച്ചുള്ളൊരു പോസിറ്റീവ് ന്യൂസാണ്. പിന്നെ ഇപ്പോഴത്തെ ഒരു FII-DI ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ, ഏപ്രിൽ 1 തീയതി നോക്കുകയാണെങ്കിൽ രണ്ടിടത്തും സെല്ലിംഗ് ആണ് കണ്ടത്. FII നോക്കുകയാണെങ്കിലും DIയും കുറേ ദിവസങ്ങളിലായിട്ട് നെറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് ഒരു നെറ്റ് വിത്ഡ്രോവലാണ് DIയിലും വന്നിരിക്കുന്നത്. അപ്പം ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് സിറ്റുവേഷൻ എല്ലാം തീർച്ചയായിട്ടും വാച്ച് ചെയ്യുക. പിന്നെ വേറൊരു അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എയർ ഇന്ത്യ അവരുടെ ബുക്കിംഗ്, അതായത് ഡൊമസ്റ്റിക്കും ഇൻ്റർനാഷണൽ ബുക്കിംഗ് എല്ലാം ഏപ്രിൽ 30 വരെ ക്ലോസ് ചെയ്ത് വെച്ചു. പിന്നെ അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇന്ത്യയിൽ ബാങ്കിങ് സെക്ടറിൽ നമ്മൾ കണ്ടു, അതായത് റെപ്പോ റേറ്റ് കട്ട് എല്ലാം വന്നതും, അതേപോലെ തന്നെ ഇപ്പം ഇന്ത്യയിലെ ഗവൺമെൻറ് സ്കീംസിലും അവർ കുറേ റേറ്റ് കട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഇൻട്രസ്റ്റ് റേറ്റിൽ കുറേ അവർ കട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡാറ്റയാണ് ഈ കാണുന്നത്. അപ്പം ഈ ഒരു ഡാറ്റ നിങ്ങളുടെ അനാലിസിസിലേക്ക് കൊണ്ടുവരിക. പിന്നെ അതേപോലെ തന്നെ ബാങ്കുകൾ നോക്കുകയാണെങ്കിലും സേവിങ്സ് ഡെപ്പോസിറ്റിൻ്റെയൊക്കെ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചിട്ടുണ്ട്. ICICI ബാങ്കിൽ നിന്നൊക്കെ അവർ കുറച്ചതിൻ്റെ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. 2 കോടിക്ക് താഴെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റിന് അവർ റേറ്റ് കട്ടുകൾ വരുത്തിയിട്ടുണ്ടായിരുന്നു ഇൻട്രസ്റ്റ് റേറ്റിൽ. അതുപോലെ തന്നെ ഓരോ ബാങ്കുകൾ ഇതിൻ്റെ പടിപടിയായിട്ട് കൊണ്ടുവരുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് അത് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒന്ന് തന്നെയാണ്. അപ്പം ഈ കാര്യങ്ങളും നിങ്ങൾ വാച്ച് ചെയ്യുക. പിന്നെ അടുത്തതായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മോട്ടോർ ഹെൽത്ത് ഇൻഷുറൻസ്, അങ്ങനത്തെ ഇൻഷുറൻസ് എല്ലാം ഈ ഒരു ലോക്ക്ഡൗൺ പീരീഡിൽ, അതായത് മാർച്ച് 25 തൊട്ട് ഏപ്രിൽ 14 ആ ഒരു ടൈമിനുള്ളിൽ ഡ്യൂ പേയ്മെൻറ്റ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് ഏപ്രിൽ 21 വരെ പേ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഗവൺമെൻറ് തന്നിട്ടുണ്ട്. അതായത് ആ ഒരു ലോക്ക്ഡൗൺ പീരീഡിൽ പേ ചെയ്തില്ലെങ്കിലും ഏപ്രിൽ 21 ഉള്ളിൽ പേ ചെയ്താൽ മതി എന്നൊരു നമുക്കൊരു ആശ്വാസകരമായ സംഭവം ഫിനാൻസ് മിനിസ്ട്രിയിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ മെയിനായിട്ടുള്ള അപ്ഡേറ്റുകൾ. പിന്നെ പറഞ്ഞതുപോലെ തന്നെ മാർക്കറ്റിനെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുക. ഒരു കൺസോളിഡേഷനുള്ള ഒരു ഇത് നമ്മൾ കാണുന്നു മാർക്കറ്റിൽ, പക്ഷേ അത് കൺസോളിഡേഷൻ ആയി എന്ന് തീരുമാനിക്കരുത്. ഇതേപോലെ തന്നെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുക ഓരോ പറഞ്ഞ കാര്യങ്ങളും വെച്ചിട്ട്. അപ്പോൾ നമുക്കൊരു കൺസോളിഡേഷൻ നടന്ന് തിരിച്ചൊരു ബ്രേക്ക് ഔട്ട് ആകുന്നു, അതേപോലെ തന്നെ കൊറോണയെ സംബന്ധിച്ചുള്ള ഒരു പോസിറ്റീവ് ന്യൂസ് വരുന്നു എന്നുള്ളൊരു സമയത്താണ് നല്ലൊരു എൻട്രി പോയിൻ്റ് ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആ ഒരു സമയം വരെ പേഷ്യൻസോടെ വെയിറ്റ് ചെയ്യുക. ഈ ഒരു സമയത്ത് ക്ഷമയോടെ കാത്തിരിക്കുക. അതുപോലെ തന്നെ ഈ സമയം നല്ല ലേണിങ്സിനായിട്ട് ഉപയോഗിക്കുക. നമുക്ക് കൂടുതലായിട്ട് സ്റ്റോക്കുകൾ അനാലിസിസ് ചെയ്യാനും ഏതൊക്കെ സെക്ടറുകളിൽ ഇൻവെസ്റ്റ് ചെയ്യണം, അങ്ങനെ നമ്മുടെ ആ ഒരു ലേണിങ്ങിനെ കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്യാൻ ഈ ഒരു സമയം ഉപയോഗപ്പെടുത്തുക. ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടുതൽ വീഡിയോകളായിട്ട് നമുക്ക് കാണാം. അതുവരെ ദിസ് ഈസ് ടോണി സൈനിങ് ഓഫ്.